പ്രൈസ് ലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവൻ കഫർന്നഹൂമിൽ പോയി ശബ്ബത്തിൽ അവനൊരു പള്ളിയിൽ ചെന്നു ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവർ ഉപദേശിച്ചത്. യേശു കർത്താവ് ശബ്ബത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അപ്പം യഹൂദന്മാരുടെ പള്ളിയിൽ ഉണ്ടായിരുന്നവർ പറയണ്, ഇവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരത്തോടുകൂടി എത്ര ഉപദേശിക്കുന്നത്. ഈ അധികാരത്തോടുകൂടി യേശു ഉപദേശിച്ചപ്പോൾ ആ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ മേൽ കിടക്കുന്ന അശുദ്ധാത്മാവ് അനവധി വർഷങ്ങളായത് മറഞ്ഞു കിടക്കുക. പക്ഷെ ഒരിക്കലും അത് ഈ പള്ളിക്കകത്ത് ഈ മനുഷ്യൻ്റെ മേൽ കയറിയിരിക്കുക. പക്ഷെ ശാസ്ത്രിമാരോട് ഉപദേശിക്കുന്നുണ്ടാകാം, പ്രമാണികൾ ഉപദേശിക്കുന്നുണ്ടാകാം, പുരോഹിതന്മാർ ഉപദേശിക്കുന്നുണ്ടാകാം. പക്ഷെ എല്ലാവരും ഉപദേശിക്കുന്നെങ്കിലും ഈ ശക്തി അല്ലെങ്കിൽ അശുദ്ധാത്മാവ് ആ മനുഷ്യൻ്റെ മേലെ കിടക്കുക. പക്ഷെ യേശുവിൻ്റെ ഉപദേശത്തെങ്കിൽ അവനിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം മനസ്സിലാവുക. യേശു ശാസ്ത്രയെ പോലെയല്ല, പരീക്ഷനെ പോലെയല്ല, മഹോപുരോഹിതന്മാരെ പോലെയല്ല, മറ്റു ഒരു മനുഷ്യനെ പോലെയല്ല. യേശുവിൻ്റെ ഉപദേശത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ, അന്ധകാര ശക്തികൾ, ദുർമന്ത്ര ശക്തികൾ അവൻ്റെ ഉപദേശത്തിൽ ഇളകാൻ തുടങ്ങും. കാരണം യേശു മനുഷ്യനല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ പാപത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. മാനവജാതിയുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. കാരണം അവിടെ ദൂതൻ വന്നിട്ട് പറയാണ്, തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല, ഒരു ജാതിയുടെ ദൈവമല്ല. എന്തിനാ? തൻ്റെ ജനത്തിന് വേണ്ടി. എന്താ തൻ്റെ ജനം? യേശു രാജാവാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുന്നത് കണ്ടോ? ഞാൻ പറയട്ടെ, ലോകത്തോട് വിളിച്ചു പറയട്ടെ, ഈ ലോകത്ത് 33 വർഷം ഭൂമിയിൽ ജീവിച്ചത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച യേശു ക്രിസ്തു 33 വർഷം ജീവിച്ചതാണ്. തെളിവുണ്ട് അല്ലേ? യേശുവിൻ്റെ കല്ലറ, യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് തെളിവുണ്ട്. യേശുവിൻ്റെ കല്ലറ തുറന്നതും തെളിവുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് പോയും തെളിവുണ്ട്. യേശുവിൻ്റെ കല്ലറ കാക്കുന്ന റോമ പട്ടാൾക്കാർക്കും തെളിവുണ്ട്. യേശു ഒരു കഥാപുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ഒരു ബാലരമ കഥയിലുള്ളത് ഒരു കഥയല്ല. യേശു യഹൂദൻ്റെ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കാൻ തുടങ്ങിയ അശുദ്ധാത്മാവ് ഉറക്കെ നിലവിളിച്ചു എന്ന്. കാരണം ഈ അശുദ്ധാത്മാവിനറിയാം യേശു ആരാണെന്ന്. ലോകത്തിൻ്റെ വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്നിരിക്കുക. അപ്പം യേശു എന്തിനാ വന്നിരിക്കുന്നത്? യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാനാണ് വന്നിരിക്കുന്നത്. യേശു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മകനായി മാറുകയുള്ളൂ. ഒരു പാപിക്കൊരിക്കലും ദൈവത്തിൻ്റെ മകനായി മാറാൻ പറ്റത്തില്ല. പാവിയിൽ നിന്ന് ജനിച്ചെല്ലാം പാവിയായി മാറുക. പക്ഷേ ഒരു കുരുടനെ കൊണ്ട് ഒരു കുരുടനെ വഴി കാണിക്കാൻ പറ്റുമോ? ഇല്ല, ഇരുവരും കുഴി വീഴും. എന്നാൽ പാപമില്ലാത്തൊരുവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു തൻ്റെ ശുശ്രൂഷയിൽ പറയുന്നുണ്ട്. യേശു ഹെരോദാവിനോട് പറയുന്നുണ്ട്, പീലാത്തോസിനോട് പറയുന്നത്, മുകളിൽ നിന്ന് അധികാരം കിട്ടാതെ എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശു പലപ്പോഴും അവിടെ ഊന്നി പറയുന്നുണ്ട്, ഞാൻ ഉയർന്നു വന്നതാണ്, ഭൂമിയിൽ നിന്ന് വന്നതല്ല. അതുകൊണ്ട് യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? യേശു ക്രിസ്തു ശിഷ്യന്മാർ നോക്കച്ചെല്ലെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് എന്തിനാണ്? തൻ്റെ ജനത്തിന് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോവുക. എന്തിനാണ് സ്ഥലം ഒരുക്കുന്നത്? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, വിശുദ്ധിയും വേർപോട് ജീവിക്കുന്ന വ്യക്തികളെ യേശു ക്രിസ്തു തൻ്റെ അരികിൽ ഒരു 7 വർഷക്കാലം എടുത്താൻ പോവുക. ഈ ലോകത്തിൻ്റെ 666 സാത്താന് അവകാശം കൊടുത്ത ചില മുദ്രകൾ പതിപ്പിക്കുന്നൊരു സമയമുണ്ട്. അത് ഏൽക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ
തൻ്റെ വാക്കുകൾ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് വിശുദ്ധിയും വേർവോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി ഈ ആണ്ടുകളിൽ യേശു എപ്പോൾ ഏത് നിമിഷമാകാം യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരും. തന്നെ വിശ്വസിക്കുന്ന തൻ്റെ വിശുദ്ധിയോടുകൂടിയും തൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയിൽ രാജഭരണം നടത്തുമെന്ന് വിശ്വസിക്കുന്നവനെ ചേർക്കുവാൻ വേണ്ടി വരും. എന്തിനാ യേശു ക്രിസ്തു വന്നത്? ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയുടെ രാജഭരണത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ഒരു പ്രാവശ്യം മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്നും യേശു ജീവിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തിൽ യേശു വെളിപ്പെട്ട് വരും. താൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ സകല ജനങ്ങളും രൂപാന്തരം പ്രാപിച്ചു, മരിച്ചവരും അതേ രൂപാന്തരം പ്രാപിച്ച് അവരും കർത്താവ് കല്ലറയിൽ നിന്ന് എടുക്കപ്പെടും. എവിടേക്ക് പോകും? തന്നിലേക്ക് കർത്താവ് ആകർഷിക്കും. ആകർഷിച്ച ശേഷം കർത്താവിൻ്റെ കൂടെ ഒരു 7 വർഷക്കാലം ജീവിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് യേശു തൻ്റെ ഭരണം നടത്തുവാൻ, ഏത് ഭരണം? രാജഭരണം നടത്തുവാൻ ഈ ഭൂമിയിലേക്ക് യേശു വരും. തന്നെ വിശ്വസിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ മാത്രം നിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ കർത്താവ് ഭരണം നടത്താൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്ന പുത്രനും ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ ലോകത്ത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനല്ലാതെ ലോകത്ത് വേറൊരു ഭാഗ്യവാനില്ല. എന്നാൽ തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരും. അപ്പോൾ പിശാച് യേശുവിനോട് പറയുകയാണ്, അശുദ്ധാത്മാവോടെ വെളിപ്പെട്ടു, യഹൂദന്റെ പള്ളി വെളിപ്പെട്ടു, ഉറക്കെ നിലപ്പിച്ചു, നസ്രനായ യേശുവേ, നിനക്കും എനിക്കും ഞങ്ങൾക്കും തമ്മിൽ ഞങ്ങൾ നശിപ്പിക്കുന്നുവോ? ചോദ്യമാണ് അവിടെ. ഞങ്ങളെ നശിപ്പിക്കുന്നുവോ? യേശു പറഞ്ഞു. യേശുവിനെ പേരുകൾ വെളിപ്പെടുത്താൻ നോക്കിയപ്പോൾ പിശാചിന് യേശുവിനെ അറിയാം, അശുദ്ധാത്മാവിന് യേശു ആരെന്നറിയാം. യേശു അവരോട് പറഞ്ഞു, ഈ മനുഷ്യനെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ മനുഷ്യനെ വിട്ടുപോയി. ജനം ആശ്ചര്യപ്പെട്ടു. ഇവൻ അധികാരത്തോടുകൂടി പറയുമ്പോൾ എല്ലാം വിട്ടുപോകുന്നു. കാരണം യേശുക്രിസ്തു ഒരു പ്രവാചകനല്ല, യേശുക്രിസ്തു ഒരു ദാസനല്ല, യേശുക്രിസ്തു ഒരു മനുഷ്യൻ ജന്മമെടുത്തൊരു പാവിയായി ജീവിച്ചവനല്ല. യേശുക്രിസ്തു ഉലക സ്ഥാപനങ്ങൾ മുഴുവൻ നിർമ്മിച്ച സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മാനവജാതികൾക്ക് വേണ്ടി പാപത്തിന് പരിഹാരം കൊടുക്കാൻ വേണ്ടി നീതിമാനായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി പോയപ്പോൾ പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. ഹെരോദാരാജാവ് അവിടെ പറഞ്ഞു നീതിമാനാണ്. സദാധിപൻ പറഞ്ഞു അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ഋഷി കിടക്കുന്ന കള്ളൻ പറഞ്ഞു അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഒറ്റുകൊടുത്ത യൂദ പറഞ്ഞു ഞാൻ പാവമില്ലാത്ത രക്തത്തെ ഒറ്റുകൊടുത്തു. യേശു നീതിമാനാണ്. നീതിമാനെ കാണുമ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികൾ ഇളകി മറിയാൻ തുടങ്ങും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഏതെല്ലാം വിഷയമായിക്കോട്ടെ, ഏതെല്ലാം പ്രതികൂലമായിക്കോട്ടെ, ഏതെല്ലാം പ്രതിസന്ധികളായിക്കോട്ടെ, കടവാഴ്ത്ത നിലവിൽ കിടക്കുന്നതാണോ, തകർന്നു കിടക്കുന്നവരാണോ, മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവരാണോ, മരിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണോ, മരിക്കേണ്ട, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുക. നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ ഈ കർത്താവ് ശക്തനാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഏത് വിഷയമായി ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അറിയിക്കുക. വിഷയങ്ങൾ പ്രാർത്ഥിക്കും. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.